ഗൈസ്, അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ അഭിഷേകുമാർ കണ്ടുമുട്ടിയ മുട്ടനടിയായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, വന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഈ രണ്ടുപേരും ഒരുമിച്ചല്ല സത്യത്തിൽ വന്നത്. അവിടെ വന്ന് നിൽക്കുമ്പോൾ, അതായത് എൻട്രി സമയത്ത് രണ്ടിൻ്റെ കണ്ണ് കെട്ടിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർ ആ കണ്ണ് തുറക്കുകയും ഇവർ പരസ്പരം നോക്കുകയും ഒരുമിച്ച് കയറ്റി വിടുകയും കൂടെ. അതാണ് സത്യത്തിൽ, അല്ല ഒരുമിച്ചല്ല അവർ വന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണ്ടേ, ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയ ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഏറ്റവും ഡേഞ്ചറാണ്. 9 വോട്ട് കിട്ടി നിൽക്കുന്ന അഭിഷേക് ശ്രീകുമാർ ഭയങ്കര ഡേഞ്ചറാണ് പുള്ളി. LGBT അടിച്ചിടുമെന്നും പറഞ്ഞിരിക്കുന്ന ഒരു ഇനമാണത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയും സ്ട്രോങ് അല്ലെന്ന് തോന്നുന്നു മറ്റേ ജയദീപ് അഭിഷേക്. പക്ഷെ പുള്ളി എല്ലാം മാന്യനായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കാരണം എന്തോ പതുങ്ങി വരാനുള്ള എന്തോ പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. പക്ഷേ ആ റൂമിലുള്ള ഋഷിക്ക് അൻസിബയ്ക്ക് എല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ആരെക്കുറിച്ചാണ്? നമുക്ക് ശ്രീയനെ കുറിച്ച് അഭിഷേക്. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അഭിഷേക് കെ എന്ന് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു കെ മീൻസ് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. മനസ്സിലാവാത്തവർക്കാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, കുണ്ടൻ. അതിപ്പം എന്താ, എനിക്കിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നതിന് മടിയൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് അഭിഷേക് ശ്രീ അത് കരുതിയിരിക്കുന്നത്. അപ്പം തുടക്കം തന്നെ വന്നപ്പോൾ തന്നെ അവൻ ആക്കി തന്നെ സംസാരിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ച്. അപ്പം കാണുന്ന ചിലവർക്കത് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ കൂടുതൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ, അക്സെപ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാർഡ് ഇറക്കുന്ന പരിപാടി, ഞാൻ ട്രാൻസ്ജെൻഡറാണ് അങ്ങനെയൊക്കെ നമ്മുടെ ജാൻമണിയൊക്കെ എടുക്കുന്ന പോലെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്കൊക്കെ നെഗറ്റീവ് വരും. ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്. നമ്മുടെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അഭിഷേക് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ 2 അഭിഷേകിൻ്റെ കാര്യം പറയുമ്പോൾ കൺഫ്യൂഷനാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും 9 വോട്ട് കിട്ടിയെങ്കിൽ പോലും ഇപ്പോഴും മുൻതൂക്കം കൂടുതലും അഭിഷേകനാണ്, ശ്രീകുമാർ. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ലേ, അവന്മാരെ നേരെ കണ്ട ഇനിയാണ് കളി കാണാൻ പോകുന്നത് സത്യത്തിൽ. ഇനി ബിഗ് ബോസിൻ്റെ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇവർ രണ്ടുപേരും ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, ബൈ.